നമ്മൾ സ്പ്രേ പെയിന്റിന്റെ വർക്ക് ചെയ്യുമ്പോൾ സാധനങ്ങളൊക്കെ റൊട്ടേറ്റ് ചെയ്ത് ഈ സ്റ്റാൻഡിൽ വെച്ച് എളുപ്പത്തിൽ പെയിന്റ് ചെയ്യാൻ പറ്റുന്നതും പിന്നെ ഈ സ്റ്റാൻഡ് കൊണ്ട് എന്തെങ്കിലും സാധനങ്ങളുടെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇതിൽ വെച്ച് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റാൻഡ് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി 1 ഇഞ്ചിന്റെ സ്ക്വയർ പൈപ്പ് 50 സെന്റിമീറ്റർ നീളത്തിലും 3/4 ഇഞ്ചിന്റെ സ്ക്വയർ പൈപ്പ് 56 സെന്റിമീറ്റർ നീളത്തിലും എടുത്തിട്ടുണ്ട്. ഈ സ്റ്റാൻഡ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കറക്റ്റ് അളവും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മുടെ ആവശ്യാനുസരണം ഇഷ്ടമുള്ള അളവിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതിന്റെ കാലു കൊടുക്കാൻ വേണ്ടി ഞാൻ എടുത്തത് 26 സെന്റിമീറ്റർ നീളത്തിലുള്ള അത്യാവശ്യം നല്ല കട്ടിയുള്ള കമ്പി കഷ്ണം എടുത്തിട്ടുണ്ട് 4 ആ കമ്പിയുടെ 2 സൈഡും 45 ഡിഗ്രിയിൽ കട്ട് ചെയ്യണം. നമ്മൾ ആദ്യം എടുത്ത 1 ഇഞ്ചിന്റെ സ്ക്വയർ പൈപ്പിന്റെ ഒരു എൻഡിൽ 4 വശങ്ങളിലായിട്ട് ഓരോ കമ്പി കഷ്ണങ്ങളും വെൽഡ് ചെയ്തെടുക്കണം. ഇത് വെൽഡ് ചെയ്യുമ്പോൾ 4 കാലുകളും ഒരേ രീതിയിൽ തന്നെ തറയിൽ മുട്ടുന്ന രീതിയിൽ വെച്ചിട്ട് വേണം വെൽഡ് ചെയ്യാൻ. നമ്മൾ വെൽഡ് ചെയ്ത 4 കാലുകളുടെയും അടിയിലായിട്ട് ചെറിയ റൗണ്ട് പ്ലേറ്റുകളും വെൽഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 4 കാലുകൾ തമ്മിലും ഒരു റൗണ്ട് പ്ലേറ്റ് വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു നെറ്റും ബോൾട്ടും പിന്നെ ഒരു വലിയ വാഷറും എടുത്തിട്ടുണ്ട്. ഈ ബോൾട്ട് കൈകൊണ്ട് തിരിക്കാൻ പാകത്തിന് ബോൾട്ടിന്റെ മുകളിലായിട്ട് വാഷർ വെച്ച് വെൽഡ് ചെയ്തെടുക്കുകയാണ്. ഇനി ആ ബോൾട്ട് കയറാൻ പാകത്തിന് 1 ഇഞ്ചിന്റെ സ്ക്വയർ പൈപ്പിന്റെ മുകളിലായിട്ടൊരു ഹോൾ ഇടണം. ഇനി ബോൾട്ടിലേക്ക് നെറ്റ് വെച്ചിട്ട് ആ നെറ്റ് ആ പൈപ്പിലേക്ക് വെൽഡ് ചെയ്യണം. ഹോളിലേക്ക് കറക്റ്റ് ബോൾട്ട് ഇറങ്ങിയിരിക്കാൻ പാകത്തിന് വെച്ചിട്ട് വേണം. ഇനി നമ്മുടെ 3/4 ഇഞ്ചിന്റെ സ്ക്വയർ പൈപ്പിന്റെ ഉള്ളിലേക്ക് ഒരു ബോൾട്ട് ഇറങ്ങാവുന്ന രീതിയിലാക്കിയ ശേഷം കുറച്ച് ഇറക്കി വെച്ച് വെൽഡ് ചെയ്തെടുക്കണം. നമ്മുടെ സ്റ്റാൻഡിലേക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി 35 സെന്റിമീറ്റർ നീളത്തിലും 30 സെന്റിമീറ്ററും വീതിയിലും ഉണ്ടാക്കിയെടുത്താണിത്. ഇനി ഇതിന്റെ കറക്റ്റ് സെന്ററിലായിട്ട് ഒരു റൗണ്ട് പ്ലേറ്റ് വെച്ച് വെൽഡ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതുപോലത്തെ പഴയ ഒരു വയറിംഗ് എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു വശത്താണെങ്കിൽ ഒരു നെറ്റ് വെച്ച് വെൽഡ് ചെയ്തു, മറ്റേ വശത്ത് ഒരു പ്ലേറ്റും ഒരു നെറ്റും കൂടെ വെച്ച് വെൽഡ് ചെയ്തു. ഇനി നമ്മുടെ വയറിങ്ങിന്റെ നെറ്റ് മാത്രമുള്ളോളം ആ മെഷായി ഫിറ്റ് ചെയ്ത പ്ലേറ്റിലേക്ക് വെൽഡ് ചെയ്യണം. നമ്മൾ താഴെയായിട്ട് പ്ലേറ്റിൽ വെച്ച് നെറ്റ് കറക്റ്റ് ആ 3/4 ഇഞ്ചിന്റെ സ്ക്വയർ പൈപ്പിലേക്ക് വെച്ച് ആ ബോൾട്ടിലേക്ക് കയറാവുന്ന രീതിയിലുള്ള നെറ്റാണ്. ഇനി നമ്മുടെ 3/4 ഇഞ്ചിന്റെ സ്ക്വയർ പൈപ്പിൽ വെൽഡ് ചെയ്ത ബോൾട്ട് വയറിങ്ങിൽ ഫിറ്റ് ചെയ്ത നെറ്റിലേക്ക് ടൈറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചാർന്ന 1 ഇഞ്ചിന്റെ സ്ക്വയർ പൈപ്പിന്റെ ഉള്ളിലേക്ക് ഇതുപോലെ 3/4 ഇഞ്ചിന്റെ പൈപ്പ് ഇറക്കി കൊടുക്കണം. ആവശ്യാനുസരണം നമുക്ക് ഈ സ്റ്റാൻഡിന്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. എനിക്കിപ്പോൾ ഈ സ്റ്റാൻഡ് കൊണ്ട് ചെറിയ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഏറ്റവും വലിപ്പം കുറച്ചും വെയിറ്റ് കുറച്ചുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എങ്ങോട്ടെങ്കിലൊക്കെ കൊണ്ടുപോകാൻ പാകത്തിന്. ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ബയറിങ് മില്ലിലൊക്കെ നെല്ല് കുത്തണ മെഷീന്റെ ഉള്ളിൽ വരുന്ന ടൈപ്പ് പഴയ ബയറിങ് ആണ്. ഇതുകൊണ്ടൊക്കെ ഞാൻ വാങ്ങിയെന്ന് വെച്ചാൽ നെറ്റും ബോൾട്ടും പിന്നെ റൗണ്ട് പ്ലേറ്റുകൾ മാത്രമാണ്. ബാക്കിയെല്ലാം എൻ്റെ കയ്യിൽ പഴയതുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തേക്ക് എന്തെങ്കിലും സാധനങ്ങളുടെയൊക്കെ മേക്കിംഗ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അതുപോലെ ചെയ്യാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സപ്പോർട്ട് ചെയ്യണേ.